ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നല്ലൊരു ഇല വെച്ചിട്ടുള്ള തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ കിട്ടുന്ന ഇലയാണ്, പിന്നെ കാബേജിൻ്റെ ഇലയാണെന്നാണ് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ മേലെ എഴുതിയേക്കുന്നത് സ്പ്രിംഗ് ലീഫ് എന്നാണ് കേട്ടോ. ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിൻ്റെ നടുഭാഗത്തെ വലിയ ഞരമ്പ് കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് ചെറുതാക്കി ചോപ്പ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ലീഫാണ് ഇത്. അപ്പോൾ ഇല കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഇട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഗാർലിക്ക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴന്ന് കിട്ടണം. പിന്നെ അതിലേക്ക് ഞാൻ ഒനിയൻ്റെ പകുതി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഒനിയനാണ് കേട്ടോ, അതും വാടി കിട്ടട്ടെ. ഇനി അതിലേക്ക് നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. പിന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മുളക് പൊടി, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയി കിട്ടണം. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ഇല അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെക്കുക. ഒരു 4-5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ വേവട്ടെ. ഇനി നമുക്ക് 2-3 ടേബിൾ സ്പൂണ് തേങ്ങ വേണം. തേങ്ങ ചെരുവിയത്, പിന്നെ ഒരു പച്ചമുളക്. ഈ പച്ചമുളക് നല്ല എരിവ് കേട്ടോ, അതാണ് ഞാൻ ഒരെണ്ണം എടുത്തത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുക, വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതുപോലെ മതിയാവും കേട്ടോ, കുറച്ച് തേങ്ങ മതി. അപ്പോൾ ഇല ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് 1 മിനിറ്റോളം ഒന്നുകൂടി മൂടി വെക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇല കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് ഇല ആയാലും കുഴപ്പമില്ല കേട്ടോ. സ്പിനിച്ചോ പയറിൻ്റെ ഇലയൊക്കെ കിട്ടുമല്ലോ നാട്ടിൽ. അപ്പോൾ അതൊക്കെ ഇതുപോലെ ട്രൈ ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അത് തേങ്ങ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഈ ഇല നാട്ടിലത്തെ സംഭവങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. അപ്പോൾ ഇവിടെ കിട്ടുന്നത് വെച്ചിട്ട് നമ്മളെ നാട്ടിലത്തെ രീതിയിലൊക്കെ ഞാൻ മാക്സിമം വെച്ച് നോക്കും. അപ്പോൾ ഇതാ നമ്മുടെ കാബേജ് ഇലത്തോര റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബും കൂടി ചെയ്തേക്കണേ. പിന്നെ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.